ഹൗസ് ആണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഹിന്ദിയൊക്കെ ടെക്സ്റ്റൊക്കെ ഏകദേശം കണ്ടിട്ടുണ്ടാവും അല്ലേ. കിട്ടാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും, കിട്ടിയ ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ. നമുക്ക് ടെക്സ്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടാം. എന്തും പഠിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം മക്കൾ, ആ ടെക്സ്റ്റോ അല്ലെങ്കിൽ എന്താണോ, ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് എനിക്ക് ഇപ്രാവശ്യം പഠിക്കാനുള്ളത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പം മക്കൾക്ക് ഹിന്ദിയുടെ ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഹിന്ദിയുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതിലാകെ പാർട്ട് 1 മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് 2 പാർട്ടായിട്ടായിരിക്കും ഉണ്ടാവുക. 5ാം ക്ലാസ് നമുക്കൊക്കെ അങ്ങനെയായിരുന്നില്ലേ, 2 പാർട്ടായിട്ടൊക്കെ ആയിരുന്നു നമ്മുടെ എന്താണ് ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ നമുക്ക് ഉണ്ടായിരുന്നത് അല്ലേ. അതേപോലെ ആദ്യത്തെ ഭാഗം നമുക്ക് വന്നിട്ടുണ്ട്. ആദ്യത്തെ ഭാഗത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യമാണ് മിസ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ടെൻഷനൊന്നും അടിക്കേണ്ട മക്കൾ. കാരണം എന്താണ്, 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരു ഇച്ചിരി എന്താണ് ഹിന്ദി കൂടുന്നുണ്ടെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും നന്നായിട്ട് ആദ്യം തൊട്ടേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ എന്താണ് മക്കൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹിന്ദി പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബേസ് അറിയാത്ത മക്കളൊക്കെ എന്ത് ചെയ്യണം, ആദ്യമേ ബേസ് സെറ്റാക്കി വെക്കണം. കാരണം നമുക്കിതിൽ കഥകളും കവിതകളൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, അക്ഷരമാലയും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മക്കൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠഭാഗം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം നോക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് എന്താണ്, ഗുലേ ദിൽ സേ എന്ന് പറയുന്നതാണ്. ഗുലേ ദിൽ സേ എന്ന് തുറന്ന മനസ്സോടുകൂടി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ആ യൂണിറ്റിൽ 2 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ യൂണിറ്റിൽ 2 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, നീലി ചിരിയ എന്ന് പറയുന്ന ഒരു കവിത പഠിക്കാനുണ്ട്. ഒരു കുഞ്ഞു കവിത പഠിക്കാനുണ്ട് കേട്ടോ. കവിതയൊക്കെ മക്കൾ 5ാം ക്ലാസ്സിലും കണ്ടിട്ടുള്ള കാര്യമാണ്. കുഞ്ഞു കവിതയാണ്. ആ കവിത നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ. പിന്നെ രൂരു എന്ന് പറയുന്ന ഒരു കഹാനിയുണ്ട്. രൂരു ആരാന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ പഠിക്കാം കേട്ടോ. രൂരു എന്ന് പറയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കഹാനി നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 2ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അനൂട്ടി ചാങ്കിയാം എന്ന് പറയുന്നതാണ്. എന്താണ് അനൂട്ടി ചാങ്കിയാം എന്ന് പറയുന്നതാണ്. അതിൽ 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എന്തുള്ളത് പഠിക്കാനുള്ളത്. ഒന്ന് ബാദൽ എന്ന് പറയുന്ന ഒരു കവിത, അതും ഒരു കവിതയാണ്. ഒരുപാട് കവിതകൾ പഠിക്കാനുണ്ട് കേട്ടോ. ഒരുപാട് കവിതകൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പ്രത്യേകത തന്നെ. പക്ഷെ ഈസി ആയിരിക്കും മക്കൾ, പേടിക്കൊന്നും വേണ്ട. നമുക്ക് ആശയമൊക്കെ എഴുതാനുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 5ാം ക്ലാസ്സിൽ ആശയം എഴുതാനുണ്ടായിരുന്നു. പക്ഷേ 6ാം ക്ലാസ്സിൽ ഒരു ഇച്ചിരി കൂടി വലുതാക്കിയിട്ട് നമുക്ക് ആശയം എഴുതാനുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ബാദൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു മേഘം എന്ന് പറയുന്ന ഒരു കവിത പഠിക്കാനുണ്ട്. പിന്നെ എന്താണ്, സിഖടി മച്ചലി സൂക്കി ക്യൂ നെഹി. എന്താണ് സീഖരി മച്ചലി സൂക്കി ക്യൂ നെഹി എന്ന് പറയുന്നത് എന്താണ്, ലോക് കഥ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ നാടോടി കഥകൾ എന്ന് കേൾക്കാറുണ്ട് അല്ലേ. പണ്ട് മുതലേ കേട്ട് വളർന്നിട്ടുള്ള ഓരോ കഥകൾ, അത് ആരെ എഴുതി എന്താണെന്ന് അറിയാത്ത പോലത്തെ ഒരു കഥ, അങ്ങനത്തെ കഥയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, സീഖടി മച്ചലി സൂക്കി ക്യൂ നെഹി എന്ന് പറയുന്ന ഒരു ലോക് കഥ എന്ന് പറയുന്നത്. അത് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവാം കേട്ടോ. ഇതൊക്കെ നല്ല രസമാണ് പഠിക്കാൻ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളും കവിതകളും ലോക് കഥയൊക്കെയാണ് നമുക്കുള്ളത്. അപ്പം അടുത്തത് നമ്മുടെ ഈ ഒരു പാർട്ട് 1 ലാസ്റ്റത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, താനാബാന എന്ന് പറയുന്നതാണ് കേട്ടോ. താനാബാനയിൽ നമുക്ക് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് മീഠ സന്ദ്ര എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സന്ദ്ര മക്കൾക്ക് 5ാം ക്ലാസ്സിന് ഓർമ്മയുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഓറഞ്ച് അല്ലേ. അപ്പം മീനിങ്സ് ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ടാവും. എന്നാൽ എന്ത് ചെയ്യാം മക്കള്, പേടിക്കാതെ ഇങ്ങനെ എല്ലാ മീനിങ്സും പഠിച്ചു പോയാൽ മതി കേട്ടോ. മീഠ സന്ദ്ര, മധുരമുള്ള സന്ദ്ര എന്ന് പറയുന്ന ഒരു സംസ്മരൺ. എന്താണ് ഈ സംസ്മരൺ? ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും മക്കൾ കേൾക്കുന്നുണ്ടാവും അല്ലേ. ഓർമ്മക്കുറിപ്പ് പണ്ടെങ്ങാണ്ടോ എന്തോ നടന്നതിന് എന്ത് ചെയ്യാണ്, ആ ഒരു ഓർമ്മക്കുറിപ്പ് പോലെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതിനാണ് നമ്മൾ സംസ്മരണ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ എടുക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് മക്കൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഈ പാർട്ടിലെ ലാസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, ചലേ എന്ന് പറയുന്ന ഒരു കഹാനിയാണ്. ഒരു കഥയാണ് കേട്ടോ. ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്, ചലേ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പാർട്ട് 1 നമുക്ക് ഇത്രയുമാണ് പഠിക്കാനുള്ളത്. പാർട്ട് 2 നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള ഒരു ഏകദേശ ഐഡിയ മക്കൾ എന്താണ് ഉണ്ടാക്കി വെക്കണം. ഓക്കെ, നമ്മുടെ വജ്ര ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് നമ്മൾ ഓൺലൈൻ ആപ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതുവരെ ചേരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വജ്ര ബാച്ചിലൊക്കെ ചേർന്നോളാം. നമ്മൾ ഹിന്ദിയിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ബേസ് മുതലേ ആണ് എടുത്തു തുടങ്ങിയിട്ടുള്ളത്. അക്ഷരമാല തൊട്ട് എടുത്തിട്ടുണ്ട്. മക്കൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം 5ാം ക്ലാസ്സിൽ പഠിക്കാൻ പറ്റാതെ പോയ ഒരുപാട് ബേസുകൾ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചാപ്റ്ററൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹിന്ദിയിൽ. അപ്പോൾ എന്ത് ചെയ്യുക, ഹിന്ദി മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചാപ്റ്റേഴ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും
അയ്യോ ഓൺലൈൻ ക്ലാസ് അല്ലേ എന്നൊക്കെ വിചാരിച്ച് ഡൗട്ട് അടിച്ചിട്ട് ഓൺലൈൻ ക്ലാസ്സൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഡൗട്ടിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വേഗം വന്നോളാം, വേഗം ചേർന്നോളാം. ഓൺലൈൻ ക്ലാസ് കൊണ്ട് മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. യൂട്യൂബ് ക്ലാസ്സുകൾ കാണുന്ന ആൾക്കാരാണ് മക്കളെല്ലാവരും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, അതേപോലെ തന്നെയായിരിക്കും നമ്മൾ ലൈവായിട്ട് തന്നെയായിരിക്കും ക്ലാസ് കൊടുക്കുന്നത്. റെക്കോർഡഡ് ക്ലാസ് ഒന്നും അല്ല. മക്കൾക്ക് ഇപ്പോൾ ഒരു ടൈം തരും, ഒരു 7 മണി അല്ലെങ്കിൽ 8 മണി എന്നുള്ള ടൈം തന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു സമയത്ത് എത്തിച്ചേരാൻ പറയും. അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഹിന്ദി ആണെങ്കിൽ എന്ത് ചെയ്യും, ടീച്ചർ മക്കൾക്ക് എന്ത് ചെയ്യും, ലൈവായിട്ട് ക്ലാസ് എടുത്ത് തരും. മക്കൾക്ക് കമൻറ്റ് ബോക്സിൽ ഡൗട്ടുകൾ ചോദിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ അല്ലേ. മിസ്സിന് യൂട്യൂബിലുള്ളത് പോലെ മക്കളോട് സംസാരിച്ചിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമാക്കി തരും. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ മിസ് എന്ത് ചെയ്യും, ക്ലിയർ ആക്കി തരും. അപ്പോൾ അങ്ങനെ നമുക്ക് ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടും. മാത്രമല്ല എക്സാമുകൾ ഉണ്ടാവില്ലേ മിസ്സേ, അങ്ങനെയുള്ള ഡൗട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. എക്സാമുകൾ ഉണ്ടാവും. നമ്മൾ ഓരോ ചാപ്റ്ററും കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഓരോ ചാപ്റ്ററുകളും കഴിഞ്ഞ്, യൂണിറ്റ് അല്ലേ മിസ് പറയുന്നത്, ഓരോ ചാപ്റ്റർ കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമുക്ക് എക്സാമുകൾ ഉണ്ടാവും. ആ എക്സാം മക്കൾ എന്ത് ചെയ്യുക, നമ്മൾ PDF ആയിട്ട് എന്ത് ചെയ്യും, അത് അയച്ചു തരും. മക്കൾ അത് വീട്ടിലിരുന്ന് എഴുതിയാൽ മതി. അതിൻ്റെ ആൻസർ കീ ഡിസ്കഷനും തൊട്ട ദിവസം തന്നെ ഉണ്ടാവും. അതായത് എക്സാം കഴിഞ്ഞിട്ടുള്ള ആ ദിവസം തന്നെ ആൻസർ കീ ഡിസ്കഷൻ. അതിൻ്റെ ഉത്തരം പറയാതെ പോകുന്നില്ല, ഉത്തരവും പറയും. അങ്ങനെ ഓണപരീക്ഷ ഉണ്ടാവും, ക്രിസ്മസ് പരീക്ഷ ഉണ്ടാവും, പബ്ലിക് എക്സാമിൻ്റെ ആ ഒരു ലാസ്റ്റത്തെ കൊല്ല പരീക്ഷയുടെ എല്ലാ എക്സാമും നമ്മൾ എന്ത് ചെയ്യും, നടത്തുന്നതായിരിക്കും. ഇതൊക്കെ നമുക്ക് എന്താണ് ഈ വജ്ര ബാച്ചിൽ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇനിയും ഡൗട്ട് അടിച്ചൊന്നും നിൽക്കണ്ട, ഓൺലൈൻ ക്ലാസ്സാന്ന് പറഞ്ഞ് മടിച്ചൊന്നും നിൽക്കണ്ട. ഇങ്ങനെ ഒരു ആപ്പ് ഉള്ളത് എന്താണ്, നമുക്ക് നല്ലതാണ്. കാരണം നമ്മുടെ സിലബസ് മാറിയതാണ്, മക്കൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് ആരുടെയെങ്കിലും ഒക്കെ സഹായം വേണ്ടത് അല്ലേ. അപ്പോൾ ഇനിയും ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ വേഗം എന്ത് ചെയ്തോളാം, വജ്ര ബാച്ചിലൊന്ന് ചേരാം കേട്ടോ. ഓക്കെ, ഇതേപോലുള്ള കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, യെസ്, ബൈ.